السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. رسول الله صلى الله عليه وسلم തങ്ങൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അവിടുന്ന് എന്തൊക്കെയായിരുന്നു പരിഗണിച്ചിരുന്നത്, ചൊല്ലിയിരുന്നത്, ശ്രദ്ധിച്ചിരുന്നത് എന്നൊക്കെ വിവരിക്കുന്ന ഹദീസുകൾ ആണ് നമുക്ക് അല്പം ഇന്ന് വായിക്കാം. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്നഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദസ്തജദ്ദ സൗബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുതിയ വസ്ത്രം ധരിച്ചാൽ സമ്മാഹു ബിസ്മിഹി, അതിന് പ്രത്യേകം പേര് വിളിക്കും. എന്താ പേര്? ഇമാമത്തൻ, ഒന്നുകിൽ തലപ്പാവ്, ഓ ഖമീസൻ ഔ റിദാഅൻ. അപ്പോൾ പല മൾട്ടിപർപ്പസ് പറ്റുന്ന വസ്ത്രങ്ങളുണ്ടാവും. തലപ്പാവായി ധരിക്കാം, അല്ലെങ്കിൽ ഷാളായി ശരീരത്തിൽ പുതക്കാം, തുണിയായി ഉടുക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ വസ്ത്രം എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടുന്ന് നേരത്തെ നിർണയിക്കുമായിരുന്നു. കാരണം തലപ്പാവ് ഇങ്ങോട്ട് എടുക്കുമെന്ന് ഒരാളോട് പറയണമെങ്കിൽ ഏതാ തലപ്പാവ് എന്ന് നേരത്തെ തീരുമാനിച്ചതാണല്ലോ എടുത്തു കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഓരോന്നിന് ഇന്നതാണിത്, ഇത് തലപ്പാവാണ്, തലയിൽ കെട്ടാനാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഷാളായി ഉപയോഗിക്കാനാണ് എന്ന് പറയും. അതിന് ശേഷം സുമ്മ യഖൂൽ, അവിടുന്ന് ദിക്ർ ചൊല്ലും. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അള്ളാഹുവെ നിനക്കാണ് സ്തുതികളത്രയും. ഇതൊരു നിഅമത്താണല്ലോ. വസ്ത്രം, പുതിയ വസ്ത്രം അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യണം. ആ ശുക്റാണ് സ്തുതിഗീതങ്ങൾ. അത് നമ്മളും ചെയ്യേണ്ടതാണ്. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചൊല്ലണം, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി, അള്ളാഹുവെ നിനക്കാണ് സ്തുതികളത്രയും. അൻത കസൗതനീഹി, നീ എനിക്ക് ഈ വസ്ത്രം നൽകി. അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു, ഈ വസ്ത്രത്തിൻ്റെ മേന്മയും ഗുണവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത് എന്തിനാണോ നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെയും ഖൈറിനെ നിന്നോട് ചോദിക്കുന്നു. വസ്ത്രം ധരിച്ചുകൊണ്ട് ശർറായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാതെ ഖൈറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാക്കണം. വ അഊദു ബിക മിൻ ശർരിഹി, ഇതിൻ്റെ ഷെറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വസ്ത്രത്തിൻ്റെ ഷെറാണ് ഇപ്പോൾ നമ്മൾ ധരിക്കുമ്പോൾ അത് കീറിപ്പോവുക, നമ്മൾ ഒന്ന് കുനിയുമ്പോൾ അത് പൊട്ടിപ്പോവുക, ഇതൊക്കെ അതിൻ്റെ ഷെറാണ്. അതുകൊണ്ട് അവറത്ത് വെളിവാകുക, ജനങ്ങളുടെ ഇടയിൽ ഒരു അപമാനിതനാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, പെട്ടെന്നത് ദ്രവിച്ചു പോവുക, ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഷെറിൽപ്പെട്ടതാണ്. അങ്ങനെയൊന്നും ഇല്ലാതെ വശർരി മാ സുനിഅ ലഹു, അത് നിർമ്മിക്കപ്പെട്ടത് എന്തിനാണോ അതിൻ്റെയും ഷെറിനെ തൊട്ട്. ആ വസ്ത്രം തിന്മയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും എനിക്കുണ്ടാകരുത്. ഇതുകൊണ്ട് ഹൈറേ ഉണ്ടാകാവൂ. ഇതിൻ്റെ എല്ലാ ഷെറിനെ തൊട്ടും നീ എന്നെ കാക്കണം എന്നാണ് ആ ദിക്റിൻ്റെ ആശയം. അപ്പോൾ നമ്മളത് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഇത് ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ ലബിസ സൗബൻ ജദീദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഇത് ഉദ്ധരിക്കുന്നത്. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചാൽ, ഫഖാല, അങ്ങനെ നല്ല വസ്ത്രം ധരിച്ചിട്ട് അവൻ ഇങ്ങനെ ചൊല്ലിയാൽ, എന്താ ചൊല്ലണത്?
അൽഹംദുലില്ലാഹില്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറത്തി വ തഹമ്മലു ബിഹി ഫി ഹയാത്തി. അയാൾ ചൊല്ലുകയാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. അല്ലദീ കസാനി, എനിക്ക് ധരിപ്പിച്ച അള്ളാഹുവിന്. മാ ഉവാരി ബിഹി ഔറത്തി, എൻ്റെ ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രം എനിക്ക് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. വ അതജമ്മലു ബിഹി ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭംഗിയായി വസ്ത്രം ധരിച്ച് നടക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അദ്ദേഹം ചൊല്ലി. പുതിയ വസ്ത്രം ധരിച്ചപ്പോൾ അത് ചൊല്ലുകയും സുമ്മ അമദ ഇല സൗബില്ലദീ അഖ്ലഖ, പിന്നെ ആ പഴയ വസ്ത്രം, ഈ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ വേറൊരു വസ്ത്രം ഉപേക്ഷിക്കുന്നുണ്ടാകുമല്ലോ, ആ വസ്ത്രം അവൻ ഫതസദ്ദഖ ബിഹി, അത് ഉപകരിക്കുന്നവർക്ക് സദഖയായി നൽകുകയും ചെയ്താൽ. നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ പഴയ വസ്ത്രം ഉപയോഗശൂന്യമാകാത്തത്, അത് ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യത്തിലുള്ള എത്രയോ ആളുകളുണ്ട്. അവർക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെയാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. ഉരുൾപൊട്ടലോ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് നാം വസ്ത്രങ്ങൾ ശേഖരിച്ചു നൽകാറുണ്ട്. ആ അവസരം പഴകിയ വസ്ത്രമൊക്കെ ചിലവാക്കാൻ ഉപയോഗിക്കുകയല്ല വേണ്ടത്. അത് നമ്മെപ്പോലെയുള്ള മാന്യന്മാരായ വ്യക്തികളാണ്, അവർക്ക് നല്ല വസ്ത്രമാണ് നാം നൽകേണ്ടത്. എന്നാൽ പഴയ വസ്ത്രത്തിൻ്റെ ഉപയോഗം അതിനും പല തലങ്ങൾ ഉണ്ടല്ലോ. അതിന് പറ്റുന്ന സാഹചര്യത്തിൽ അതവൻ വിതരണം ചെയ്തു മറ്റുള്ളവർക്ക്. അപ്പോൾ ഉപയോഗശൂന്യമായിട്ടില്ല, അത് അല്പം പഴകി എന്നേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ചെയ്താൽ കാന ഫി ഹിഫ്ളില്ലാഹി വഫി കനഫില്ലാഹി വഫി സത്രില്ലാഹി ഹയ്യൻ വ മയ്യിത്തൻ, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണയിൽ, അള്ളാഹു തആല അവന് ഐബുകളൊന്നും മോശമായ സംഗതികളൊന്നും ജനങ്ങളുടെ മുമ്പിൽ വെളിവാകാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാകാതെ അള്ളാഹു അവനെ സംരക്ഷിച്ച് കാത്ത് സൂക്ഷിക്കും. ഹയ്യൻ വ മയ്യിത്തൻ, അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തും മരണപ്പെട്ടാലും അള്ളാഹു അവനെ ജനങ്ങളുടെ മുമ്പിൽ അപമാനിതനാക്കില്ല എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൻ്റെ ആശയം. മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി, മൻ ലബിസ സൗബൻ ജദീദൻ, ഒരാൾ പുതുവസ്ത്രം ധരിച്ചിട്ട് ഫഖാൽ, എന്നിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഇത് എനിക്ക് ധരിപ്പിക്കുകയും ഇത് എനിക്ക് ഒരു അനുഗ്രഹമായി നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഇത് നേടാൻ എനിക്ക് കഴിവില്ല, എന്നിട്ടും എനിക്ക് അള്ളാഹു തആല വേണ്ടത് നൽകിയല്ലോ, അതുകൊണ്ട് അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബി വ മാ തഅഖർ, അവൻ്റെ മുൻകാല പിൻകാല പാപങ്ങൾ ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് ഹദീസ്. അവ നമുക്ക് സാധ്യമാകുന്ന ദിക്റുകൾ, ഇതിപ്പോൾ ചെറിയൊരു ദിക്റാണ്, ഇത് പഠിക്കാൻ എല്ലാവർക്കും സാധിക്കും, ചൊല്ലാനും പറ്റും. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ചൊല്ലിയാൽ പാപമോചനം ഉണ്ടാകും, ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുക എന്നാണ്. ഈ അമലുകൾ ചെയ്തിട്ട് ദോഷം പൊറുക്കപ്പെടും എന്ന് വിവരിക്കപ്പെടുന്ന ഹദീസുകൾ, ധാരാളം ഹദീസുകളുണ്ട്. പല അമലുകൾക്കും പ്രതിഫലമായി അള്ളാഹു ദോഷം പൊറുക്കും എന്ന് പറഞ്ഞിട്ടുള്ള അമലുകൾ. അതുകൊണ്ട് ഉദ്ദേശം ചെറുദോഷങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വൻദോഷങ്ങൾ പൊറുക്കാൻ തൗബ തന്നെ ചെയ്യണം. അപ്പോൾ വൻദോഷങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്നോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങണം. ചെറുദോഷങ്ങൾ സ്വാലിഹായ അമലുകൾ കൊണ്ട് അള്ളാഹു തആല പൊറുക്കും. വൻദോഷങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ തന്നെ അള്ളാഹു ചെറുദോഷങ്ങൾ പുറത്തു തരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതിക്കും,
എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വൻദോഷം ഉപേക്ഷിക്കുകയാണെങ്കിൽ ചെറുദോഷങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു തരും. നമ്മുടെ അമലുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബറക്കത്ത് കൊണ്ട്. അപ്പോൾ വൻദോഷങ്ങൾ ചെയ്യാതിരിക്കുക, വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ നാം പശ്ചാത്തപിച്ച് നന്നാവുക. മറ്റൊരു ഹദീസിൽ കാണാം, മഷ്തറ അബ്ദുൻ സൗബൻ, ഒരടിമ ഒരു വസ്ത്രം ബിദീനാരിൻ ഔ നിസ്ഫി ദീനാരിൻ, ഒരു സ്വർണ്ണ നാണയമോ അര സ്വർണ്ണ നാണയമോ കൊടുത്ത് അവൻ വാങ്ങുകയില്ല. ഫഹമിദല്ലാഹ, അവൻ അള്ളാഹുവിന് ഹംദ് ചെയ്യുകയും ഇല്ല. ലം ഹത്താ യഗ്ഫിറ അല്ലാഹു ലഹു, അള്ളാഹു അവന് പുറത്തു കൊടുക്കാതെ. അപ്പോൾ ഒരു വസ്ത്രം അവൻ വാങ്ങി ധരിച്ചു, അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്നാണ് ഹദീസ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാന അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹിബറത്ത, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമായിരുന്നു ഷാൾ. അൽ ഹിബറ, ഹിബറ എന്ന് പറയുന്നത് കോട്ടൺ വസ്ത്രമാണ്. ഇങ്ങനെ വരകളൊക്കെയുള്ള കോട്ടൺ ഷാൾ അവിടത്തേക്ക് ഇഷ്ടമായിരുന്നു. വസ്ത്രത്തിൻ്റെ മുകളിൽ ഷാള് പുതക്കുമ്പോൾ ഇങ്ങനെയുള്ള ഷാള് അവിടത്തേക്ക് ഇഷ്ടമാണ്. വേറൊരു ഹദീസിൽ കാണാം, അബു ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ചുവന്ന ഒരു ഷാൾ ധരിച്ച് ഞാൻ മനോഹരമായ ആ അവസ്ഥ ഞാൻ കണ്ടു. കഅന്നി അൻദുറു ഇലാ ബരീഖി സാഖൈഹി, അവിടുത്തെ രണ്ട് കാലിൻ്റെ കണങ്കാൽ, സാഖ്, ആ കണങ്കാലിൻ്റെ തിളക്കം ഞാൻ എൻ്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്നു. കണങ്കാൽ വരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം താഴ്ത്തിയിടാറുള്ളത്. നെരിയാണിയുടെ താഴോട്ട് വസ്ത്രം താഴാൻ പാടില്ല, അത് നരകത്തിലാണ് എന്ന് ഹദീസ് വിവരിച്ചിട്ടുള്ളതാണ്. അവൻ നെരിയാണി വരെ അത് അനുവദനീയമാണ്, നെരിയാണിയോട് താഴെ വസ്ത്രം താഴാൻ പാടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഹുവ ഫിന്നാർ, രണ്ട് നെരിയാണിയേക്കാൾ തുണി താഴ്ന്നു പോയാൽ, കാലിൻ്റെ നെരിയാണിയേക്കാൾ തുണി താഴ്ന്നു പോയാൽ ആ ഭാഗം നരകത്തിലാണ്. ആ ഭാഗം നരകത്തിലാകുന്നത് അവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ഒരു ഭാഗം നരകത്തിലും ബാക്കി സ്വർഗത്തിലുമായി മുറിച്ച് കഷണാക്കിയിട്ട് ഇടൂല. അപ്പോൾ അവൻ നെരിയാണിയേക്കാൾ താഴ്ത്തിയാൽ ആ ഭാഗം നരകത്തിലാന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അവൻ നരകത്തിലാണ് എന്നാണ്. അപ്പം നരകത്തിൽ പോകാതെ നാം സൂക്ഷിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ പള്ളിയിലേക്ക് വന്നാൽ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ പാൻ്റൊക്കെ നല്ലോണം ഉയർത്തി കണങ്കാല് വരെ ചിലപ്പോൾ ഉയർത്തി വെക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോൾ അത് താഴ്ത്തി നെരിയാണിയുടെ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ വരുമ്പോൾ പ്രത്യേകമായി ഉയർത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാൻറ്റ് അടിക്കുമ്പോൾ അത് നെരിയാണിയുടെ താഴോട്ട് പോകാത്ത വിധത്തിലെ അളവിൽ നാം അത് മുറിച്ച് വെക്കണം. അത് എത്ര ഇറങ്ങിയാലും നെരിയാണി വരെ പാടുള്ളൂ. അവൻ നമ്മൾ അടുപ്പിക്കുന്നതല്ല, റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അതങ്ങനെ ബെൽബോട്ടനായി പണ്ടൊക്കെ ഉണ്ടത്. അങ്ങനത്തെ ഒരു പാൻറ്റാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ ഒന്നുകിൽ അത് നെരിയാണിയുടെ മുകളിൽ വെച്ച് അത് മുറിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക. നെരിയാണിയുടെ മുകളിൽ ആയിരിക്കണം അത് എൻ്റെ എൻഡ് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ അത് മടക്കി വെച്ചാലും ആ ഹറാമ് പോകുമെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് വസ്ത്രത്തിൻ്റെ തല മടക്കി വെക്കുന്നത് കറാഹത്താണ് എന്ന നിലക്ക് നമ്മൾ പാൻറ്റ് നിസ്കരിക്കുമ്പം മാത്രമല്ല അല്ലാത്ത സമയത്തും നമ്മൾ നെരിയാണിയുടെ താഴോട്ടിറങ്ങാൻ പാടില്ല എന്ന നിയമം, ആ നിയമം പാലിക്കാൻ വേണ്ടി നമ്മൾ നീളമുള്ള പാൻറ്റ് മടക്കി വെച്ചാണ് നടക്കാറുള്ളത് എങ്കിൽ നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അത് നെരിയാണിയുടെ മുകളിലേക്ക് മടക്കി വെച്ചാണ് നടക്കാറുള്ളതെങ്കിൽ നെരിയാണിക്ക് താഴെ ഇറക്കി എന്ന കുറ്റത്തിൽ നിന്ന് ഒഴിവാകുമെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് ധരിച്ച വസ്ത്രത്തിൻ്റെ തല മടക്കി വെക്കൽ കറാഹത്താണ് എന്ന കറാഹത്തിൽ നിന്ന് ഒഴിവാകില്ല. ഉദാഹരണം, നീളം കൈയുള്ള കുപ്പായമുള്ളവർ കൈ മടക്കി വെച്ച്
ഇങ്ങനെ നിസ്കരിച്ചാൽ അത് കറാഹത്താകും. അപ്പോൾ അതും ഒഴിവാകാൻ നീളമുള്ള പാൻറ്റൊക്കെ വാങ്ങുമ്പോൾ നെരിയാണിയുടെ മുകളിൽ നിൽക്കത്തക്ക വിധം അത് തല മുറിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് മുസ്ലിംകൾ വേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. കാരണം നെരിയാണിയേക്കാൾ താഴ്ന്നാൽ അത് നരകത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. മൻ ജറ സൗബഹു ഖുയലാ ഫഹുവ ഫിന്നാർ. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ്റെ വസ്ത്രം അഹങ്കാരത്തോടുകൂടെ താഴ്ത്തിയിട്ടാൽ, ഇറക്കിയിട്ടാൽ അവൻ നരകത്തിലാണ്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വളരെയധികം ബേജാറായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എൻ്റെ വസ്ത്രം, ഞാൻ ഉടുക്കുന്ന തുണി, അത് എൻ്റെ ഈ അരയിൽ നിന്ന് കീഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോയി നെരിയാണിയുടെ താഴോട്ടെത്തും. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടി ഇല്ലാത്ത മെലിഞ്ഞ ആളായിരുന്നു. അപ്പോൾ തുണി ഉടുത്താൽ അവിടെ നിൽക്കൂല. പൊക്കളുടെ മുകളിൽ ഒക്കെ അങ്ങോട്ട് ഉടുക്കുമെങ്കിലും ശരീരത്തിൽ മെലിഞ്ഞ ശരീരമായതുകൊണ്ട് ആ തുണി എവിടെയും തങ്ങി നിൽക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ഇല്ല അൻ അതാഹദഹു, ഞാൻ ശ്രദ്ധിച്ച് ഇങ്ങനെ എപ്പോഴും പിടിച്ചിങ്ങനെ വെക്കുകയാണെങ്കിലേ അതവിടെ നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ അറിയാതെ അത് നെരിയാണിൻ്റെ താഴോട്ട് ഇറങ്ങിപ്പോകാറുണ്ട് നബിയെ എന്ന ബേജാറ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അൻത ലസ്ത തഫ്അലുഹു ഖുയലാ, നിങ്ങൾ അത് അഹങ്കാരത്തോടെ ചെയ്യുന്നതല്ല. നിങ്ങളുടെ ശാരീരികമായി ഉള്ള ഈ അവസ്ഥയിൽ ഞങ്ങളെന്ത് തുണി എടുക്കുമ്പോൾ അറിയാതെ ഇറങ്ങിപ്പോകുന്ന അതിന് കുറ്റമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം. അപ്പോൾ നാം വസ്ത്രം നെരിയാണിയുടെ താഴെ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വലിയ അപകടമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശത്രു കുത്തി വീഴ്ത്തിയപ്പോൾ അവിടുത്തെ കുടൽമാലയെല്ലാം മുറിഞ്ഞുപോയി. അങ്ങനെ കട്ടിലിൽ കിടത്തിയ സമയത്ത് എല്ലാവരും വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ആശ്വസിപ്പിക്കുകയും അവിടുന്ന് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ ഖിദ്മത്തുകൾ ഒക്കെ അല്ലാഹു തആല കബൂൽ ചെയ്ത് അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പദവി നിങ്ങൾക്കുണ്ടാകും, ബേജാറാകണ്ട എന്നൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ പലരും കയറി വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നിങ്ങൾ ജീവിച്ച് തങ്ങളുടെ പൊരുത്തം കരസ്ഥമാക്കിയ ആളാണ്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലം കൈയായി നിങ്ങൾ പ്രവർത്തിച്ചു. അവർ മരണപ്പെട്ടപ്പോൾ നിങ്ങളെയാണ് അവർ ഖലീഫയാക്കിയത്, അവരുടെ പൊരുത്തവും നേടിയതാണ്. പിന്നെ നിങ്ങൾ ഖലീഫയാക്കപ്പെട്ടു. ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിങ്ങൾ വളരെ വലിയ സേവനം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് അതിന് മറുപടി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മോനെ, എനിക്ക് ഇതിൽ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടമില്ലാതെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അവരുടെ താഴ്മ കൊണ്ട് അദ്ദേഹം അങ്ങനെ മറുപടിയും പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തുണി നെരിയാണിയുടെ താഴെ ഇറങ്ങിക്കിടക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ടപ്പോൾ റുദ്ദൂഹു അലയ്യ, അവനെ ഇങ്ങോട്ട് വിളിക്കൂന്ന് പറഞ്ഞു അടുത്തുള്ളവരോട്. അപ്പോൾ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിച്ചു. ആ സമയത്ത് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധാർമ്മിക ബോധം പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇർഫ ഇസാറക്, നിൻ്റെ തുണി നീ ഉയർത്തി ഉടുക്കണം, നെരിയാണിയുടെ മുകളിലേക്ക് ഉയർത്തണം. ഫൈനഹു അൻഖാ ലി സൗബിക വ അത്ഖാ ലി റബ്ബിക്, നിങ്ങളുടെ വസ്ത്രം വൃത്തിയായി നിൽക്കാനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിലാകാനും അതാവശ്യമാണ് എന്ന് ഉപദേശിക്കുകയും ആ ചെറുപ്പക്കാരൻ വസ്ത്രം ഉയർത്തി ഉടുക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നാം വസ്ത്രം താഴോട്ടിറങ്ങിപ്പോകാതെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്നോർമ്മപ്പെടുത്തുന്നു. വസ്ത്രത്തിൽ നമ്മൾ പ്രത്യേകമായി സുന്നത്തുള്ള കളറുകൾ ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിലൂടെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽബസുൽ ബയാദ്, നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കുക. ഫഇന്നഹ അത്ഹറു വ അത്യബ്, അതാണ്
ഏറ്റവും വൃത്തിയുള്ളതും നല്ലതും. വൃത്തിയും നല്ലതും അതിലാണുള്ളത് എന്ന് ആധുനിക സയൻസ്, മെഡിക്കൽ സയൻസൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യവും ആണ്. രോഗാണുക്കളെ ഇത്രയധികം പ്രതിരോധിക്കാൻ പറ്റിയ കളർ വേറെയില്ല എന്നതുകൊണ്ടാണ് ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും നഴ്സുമാരും എല്ലാം വെളുത്ത കോട്ടും വെളുത്ത വസ്ത്രവും ധരിക്കണം ഹോസ്പിറ്റലുകളിൽ സേവനം ചെയ്യുമ്പോൾ എന്ന് അവർക്കുള്ള നിയമമാണ്. കാരണം രോഗാണുക്കളെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല കളറ് വെളുത്തതാണ് എന്ന് സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് 1400 വർഷം മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ വെളുത്ത വസ്ത്രം ധരിക്കുക, വകഫിനു ഫീഹാ മൗതാക്കും, മരണപ്പെട്ടവരെ നിങ്ങൾ വെളുത്ത വസ്ത്രത്തിൽ മറവ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.